ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഹെവി ആയിട്ടുള്ള ഒരു 2 ചാനൽ പവർ ആംപ്ലിഫയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാബിനറ്റ് നമ്മൾ മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാബിനറ്റിൻ്റെ ബാക്ക് പാനലിൽ വെക്കാനായിട്ടുള്ള 4 ഇഞ്ചിൻ്റെ കൂളിംഗ് ഫാൻ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഒരു അൺബോക്സിങ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇലക്ട്രോണിക് സ്പൈസസ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ്. അപ്പോൾ ഒരു ഫാനിൻ്റെ വില വരുന്നത് 250 രൂപയാണ്. അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫാനിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ 2-3 സാധനങ്ങളും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ആംപ്ലിഫയറിന് ആവശ്യമായിട്ട് വരുന്നത് ഈ ഒരു 47 കെയർ വോളിയം കൺട്രോൾ മാത്രമാണ്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഫാനിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഫാനാണ്. അപ്പോൾ ഇത് നമ്മൾ 4 ഇഞ്ച് ഫാനെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ശരിക്കുള്ള അളവ് വരുന്നത് 4.75 ഇഞ്ചാണ്. അതായത് 12 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ് വരുന്നത് 1.5 ഇഞ്ച്, അതായത് 3.8 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വേറൊരു ഫാനൊന്ന് വെച്ച് കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ആംപ്ലിഫയറിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള 3 ഇഞ്ചിൻ്റെ കൂളിംഗ് ഫാനാണ്. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഫാൻ എത്രത്തോളം വലുതാണെന്നുള്ളത്. അപ്പോൾ നമുക്കിനി ഈ ഫാനും സപ്ലൈ എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫാൻ വർക്ക് ചെയ്യുന്നത് 12 വോൾട്ട് ഡി സിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 12 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിലുള്ള വർക്കിംഗ് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഫാനിൻ്റെ സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സൈസ് അനുസരിച്ചിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു എയർ ഫ്ലോ തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ നമുക്ക് വീഡിയോയിൽ ആ ഒരു എയർ ഫ്ലോ മെഷർ ചെയ്ത് കാണിക്കാനുള്ള സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കാണിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ എന്തായാലും നമുക്ക് നല്ല രീതിയിലുള്ള കാറ്റ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ സാധാരണ നമ്മുടെ ഈ ടൈപ്പ് ആംപ്ലിഫയറുകളിലൊക്കെ 230 വോൾട്ട് എ സിയിൽ വർക്ക് ചെയ്യുന്ന ഫാനാണ് വെക്കേണ്ടത്. അപ്പോൾ അത് വെക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആംപ്ലിഫയർ ഓൺ ആക്കുമ്പോൾ തന്നെ ഈ ഒരു ഫാനും കൂടി ഓൺ ആവും. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൽ തന്നെ 2 ഫാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ഫാനും കൂടി വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല നോയ്സ് ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഹീറ്റ് സിങ്കിൽ ഹീറ്റ് വരുന്നതനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫാൻ വയ്ക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഡി സി ഫാൻ വെച്ചാൽ മാത്രമേ നമുക്ക് ഫാൻ കൺട്രോൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 12 വോൾട്ട് ഡി സിയിൽ വർക്ക് ചെയ്യുന്ന ഫാൻ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതൊന്നും ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചപ്പോഴത്തേക്ക് അത് എവിടെ നിന്ന് വാങ്ങിച്ചു, എത്ര രൂപ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നവർ അവരുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ ഇത് വാങ്ങിച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് അതിലൊന്നും യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.